കുറച്ച് ദിവസമായില്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്തിട്ട്. അപ്പോൾ നമുക്കിന്നൊരു ഫിഷ് കറി ഉണ്ടാക്കിയാലോ. ഇന്ന് നമ്മൾ തേങ്ങ അരച്ച ഒരു ഫിഷ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാദ്യം തന്നെ നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുടംപുളി ഒന്ന് പ്രിപ്പയർ ചെയ്യണം. അതിനായിട്ട് കുറച്ച് കുടംപുളി ഇട്ടു. എന്നതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് സ്റ്റൗ കത്തിച്ച് നമ്മൾ ഈ കുടംപുളി ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കുകയാണേ. ഇത് തിളച്ച് വരുന്ന ഗ്യാപ്പിൽ നമുക്ക് കറിക്കുള്ള തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് നന്നായിട്ട് ചിരകിയെടുത്ത് തേങ്ങ എടുക്കുന്നുണ്ട്. തേങ്ങയുടെ അളവൊക്കെ മീനിനനുസരിച്ച് നമ്മൾ എടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഒരു 4 സ്പൂൺ തേങ്ങ എടുത്തേക്കുന്നത്. അതിനകത്തേക്ക് മുളക് പൊടി ഞാനിപ്പം ഒരു 3 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം നോർമൽ മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് കുറച്ച് ഒരു ആഡ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി കളറ് കിട്ടും. ശേഷം മഞ്ഞൾപ്പൊടി, ഒരു 4 ചെറിയ ഉള്ളി, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ. തേങ്ങ നന്നായിട്ട് അരഞ്ഞാൽ മാത്രമേ ഫിഷ് കറിക്ക് ആ ഒരു നല്ല രുചിയും ടെക്സ്ചറൊക്കെ കിട്ടത്തുള്ളൂ. ആ ഗ്യാപ്പിൽ നമ്മുടെ കുടംപുളി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ഈ അരപ്പ് ആഡ് ചെയ്യാം. നമ്മളിനി വേറെ വെള്ളമൊന്നും ചേർക്കണ്ട. കാരണം ഓൾറെഡി കുടംപുളി വെന്ത് വരുന്ന ആ വെള്ളം നല്ല ഫ്ലേവറായിട്ടുള്ള വെള്ളമായിരിക്കും. ആ വെള്ളത്തിലേക്കാണ് നമ്മളിപ്പം നമ്മുടെ അരപ്പ് ചേർക്കുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മീൻ കറിക്ക് ടേസ്റ്റ് ഏറ്റവും കൂടുതൽ തരുന്ന സാധനം കുടംപുളിയാണ് കേട്ടോ. ഇനി നമ്മൾ ഈ അരപ്പിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് അത് ചേർക്കും. ശേഷം നമ്മൾ കുറച്ച് തക്കാളി കൂടി ആഡ് ചെയ്യാനുണ്ട്. തക്കാളിയും ആഡ് ചെയ്തിട്ട് ഈ കൂട്ട് നന്നായിട്ട് ഒന്നുകൂടി അടച്ച് വെച്ച് നമ്മൾ ഒന്നുകൂടി തിളപ്പിച്ചെടുക്കണം. ഇത് തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ മീൻ ആഡ് ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് മാന്തൽ ഫിഷാണേ. ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കണം. ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കിയതിന് ശേഷം വേണം നമ്മൾ ഫിഷ് ആഡ് ചെയ്യാൻ. അപ്പം ആ കൂട്ട് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് ഫിഷ് ആഡ് ചെയ്യാം. ഇനി വലിയ പരിപാടികളൊന്നുമില്ല. ഈ ഫിഷ് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരണം. ഒരു 15 മിനിറ്റ്സിൽ ഇതൊന്ന് തിളച്ച് ഫിഷ് കുക്കായിട്ട് വരും. അപ്പം നമുക്ക് നന്നായിട്ട് അടച്ച് വയ്ക്കാം. ഈ സമയത്ത് കുറച്ച് വേപ്പിലയൊക്കെ ഇടാം. കറിക്ക് ഭംഗിയും രുചിയും ഒക്കെ തരുന്നതാണല്ലോ വേപ്പില. വേപ്പിലയിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. കറി വെന്ത് വന്ന് കഴിയുമ്പം നമ്മൾ ഒരുപാട് സ്പൂണിട്ട് ഇളക്കരുത്. കാരണം മീനൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ഇളക്കി നോക്കിയാൽ മതി. ഈ സമയത്ത് നമ്മുടെ ഉപ്പ്, പുളി എല്ലാം നോക്കണം. ഒക്കെ പാകമാണോ നോക്കുക. ഒക്കെ പാകമാണെങ്കിൽ നമുക്ക് ഈ ചട്ടി വാങ്ങി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ കറി ഒന്ന് വറവിടലാണ്. അതാണ് മെയിൻ ടേസ്റ്റ് തരുന്ന പരിപാടി. അപ്പം കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് ആദ്യം കുറച്ച് കടുകിടണം. കടുകൊന്ന് പൊട്ടി കഴിയുമ്പോഴേക്കും കുറച്ച് ഉലുവ ഇടുക. ഉലുവയും ജസ്റ്റ് ഒന്ന് പൊട്ടി കഴിയുമ്പോഴേക്കും നമുക്കിത് വറവിടാൻ മെയിനായിട്ട് വേണ്ടത് കുഞ്ഞുള്ളിയാണേ. കുഞ്ഞുള്ളി കുറച്ചധികം തന്നെ എടുത്തോളൂ. കുഞ്ഞുള്ളി ഇടുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടുകയുള്ളൂ. അങ്ങനെ കുഞ്ഞുള്ളി ഇട്ടു. നമുക്ക് നന്നായിട്ട് വറവ് ഇട്ടെടുക്കണം. കുഞ്ഞുള്ളിയുടെ കൂടെ നമുക്ക് വേപ്പിലയും കൂടി ചേർക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ കുഞ്ഞുള്ളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ഫ്രൈ ചെയ്ത നമ്മുടെ കുഞ്ഞുള്ളി നമ്മൾ ഫിഷ് കറിയിലേക്ക് ആഡ് ചെയ്യുന്നു. നമ്മുടെ പരിപാടി കഴിഞ്ഞു. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് കറി റെഡിയായി. അപ്പം നമുക്ക് ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഫിഷ് കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. It's Teen by Tina, come on through with lots of fun just for you. We'll do some vlogs.